യുടെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചില ചോദ്യം ചെയ്യലുകൾ നടക്കുമ്പോൾ അതുപോലെ തന്നെ അവരുടെ അന്വേഷണ വിവരങ്ങളെല്ലാം പരസ്യമാക്കിക്കൊണ്ടല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയുമാണ്. ചില ആളുകളുടെ ചോദ്യം ചെയ്യൽ ചിലരെ വിളിപ്പിക്കുമ്പോൾ അത് മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു. അപ്പോൾ വേഗം വെച്ചുവെന്ന് സ്വാഭാവികമായും തോന്നും. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ CMRL MD ശശിധരൻ കർത്തയുടെ ഹർജി അത് വെള്ളിയാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് തന്നെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നത് ഒരു തരത്തിൽ വേഗം വെക്കലാണ്. അതുകൊണ്ട് വേഗം വെച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളാണ് CMRLന്റെ MD ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് വീട്ടിലെത്തി മൊഴിയെടുക്കുന്നു. പുറത്തു വരാത്ത വിവരങ്ങൾ അതാണ് മൊഴിയായി ഇഡിക്ക് വേണ്ടത്. CMRLന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് CMRL MD ശശിധരൻ കർത്തയിൽ നിന്നും വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ക്രോസ് ചെക്ക് ചെയ്ത് അതുതന്നെയാണോ കാര്യങ്ങൾ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതൊക്കെ ഈ ചോദ്യം ചെയ്യലിലൂടെ അല്ലെങ്കിൽ വിവരങ്ങൾ തേടുന്നതിലൂടെ നടത്തിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇവിടെ ദുരൂഹമായ ഒരു പണമിടപാടുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആ ദുരൂഹമായ പണമിടപാട് നടത്തിയ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി, അത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. വീണ വിജയൻ എന്ന ആ വ്യക്തിയുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിന്റെ എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. ആ സ്വകാര്യ കമ്പനിയുടെ ആ സ്വകാര്യ ബിസിനസ് ഇടപാടിന്റെ രാഷ്ട്രീയ ഭാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പേറുന്നത് ഇടതുപക്ഷമാണ്. മുഖ്യമന്ത്രി നേരിട്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കാലയളവിൽ ഇഡിക്ക് വേഗം വെക്കുന്നത്, അലട്ടുന്നത്, അലോസരപ്പെടുത്തുന്നത് CPIM-നെയും മുഖ്യമന്ത്രിയെയുമാണ്. 20 മണ്ഡലങ്ങളിലുമുള്ള ഇടത് സ്ഥാനാർത്ഥികൾക്ക് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമായി CMRL MDയെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണം, SFIO അന്വേഷണം മാറുന്നു എന്നുള്ളതാണ് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. ഈ മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. എങ്കിലും മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ സർക്കാരും CPIM-ഉം ഒക്കെ അസാധാരണ വേഗത്തിൽ, അതുപോലെ തന്നെ നമ്മൾ ഇതുവരെയൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അസ്വാഭാവികത ഇടപെടലിൽ, പിന്തുണയ്ക്കുന്നതിൽ, ഏറ്റെടുക്കുന്നതിൽ, സംരക്ഷിക്കുന്നതിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതെന്തുകൊണ്ടാണ് വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യ കമ്പനി എക്സാലോജിക് അതിനെ പതിവിലും അധികം വേഗത്തിൽ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തിന്റെ അത്രയും വേഗം എന്തായാലും ഇഡിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 1,72,00,000 രൂപ വാങ്ങിയിട്ടുണ്ടോ? ആ തുക എന്ന് പറയുന്നത് കള്ളപ്പണമാണോ? അതാണ് ED അന്വേഷിക്കുന്നത്. സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു ഇടപാടാണോ നടന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടുകയാണ്. ആ പരിശോധന പൂർത്തിയാകാതെ നമുക്കതിൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയില്ല. പക്ഷേ ഈ വിഷയത്തിൽ CPIM എത്തിപ്പെട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഒഴിഞ്ഞു മാറിയാലും ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ ഈ CMRL, അതായത് ഈ മാസപ്പടി വിവാദം CPIM-നെ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഈ വീണ വിജയൻ കരിമണൽ കമ്പനിയായ CMRL നിന്ന് ഓരോ മാസവും പണം വാങ്ങിയെന്നുള്ള പരാമർശം വരുന്നത്. അതുകൊണ്ടാണ് അതിനെ മാസപ്പടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാസപ്പടി എന്ന് പറയുന്നതിലെ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ? അതാണ് അറിയേണ്ടത്. അപ്പോൾ പാർട്ടി തുടക്കത്തിലെ തന്നെ പ്രതിരോധിക്കുന്നുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണം, അതിനുശേഷം SFIO അന്വേഷണം, അതിലേക്കൊക്കെ എത്തുമ്പോൾ അതിൽ പൊതുമേഖലാ സ്ഥാപനം തന്നെ മറ്റൊരു അഭിഭാഷകനെ വെക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സർക്കാരിനും, സർക്കാർ സംവിധാനങ്ങൾക്കും, പൊതുമേഖലാ സ്ഥാപനത്തിനും ഒക്കെ KSIDC-ക്കും ഒക്കെ പ്രത്യേക അഭിഭാഷകൻ വരുന്നു, നിയമോപദേശം വരുന്നു. അങ്ങനെ അവിടെ കൂടിയ വേഗത്തിന്റെ അത്രയും ഇവിടെ കൂടിയിട്ടില്ല. പക്ഷേ ED കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. തെളിയേണ്ട കാര്യങ്ങൾ തെളിയട്ടെ എന്നുള്ളതാണ്. KSIDC-യാണ് ആദ്യം SFIO അന്വേഷണത്തെ പ്രതിരോധിക്കാനായി കോടതിയെ സമീപിച്ചത്, മുതിർന്ന അഭിഭാഷകനെ ഇറക്കിയത്. അപ്പോൾ ആ രീതിയിലുള്ള മറുഭാഗത്തെ നീക്കങ്ങളും അതിവേഗത്തിൽ നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പാണ്, 9 ദിവസമേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കാം? ED തേടുന്ന രീതിയിലുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ ശശിധരൻ കർത്ത എന്ന CMRL MDയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സാലോജിക്കിന്റെ MD മുഖ്യമന്ത്രിയുടെ മകൾ പിണറായി വിജയനെയും സമാന രീതിയിൽ വിളിപ്പിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെത്തി ചോദ്യം ചെയ്തെന്നവരും, താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണെങ്കിൽ അവിടേക്ക് പോയെന്നവരും. ശരി, EDക്ക് വേഗം Meet the editors.